അതേണ്ട ഇത് കാറാണോ? അത് കാറൊന്നുമല്ല. സോറി. തുടങ്ങി. അത് മറ്റേ ഇഷ്യൂ ആണ്. ഈ ഗെയിമിൽ നിന്ന് പുറത്തു പോകുമ്പോ എനിക്ക് അനങ്ങാൻ പറ്റാത്ത ഇഷ്യൂ ഇല്ലേ? അത് വിൻഡോസിലേക്ക് നോക്കിയാ ശരിയാവുമ്പോ. ഇന്നലെ വിൻഡോസ് നോക്കിയപ്പോഴല്ലേ ശരിയായത്? ശരി ശരി ശരി. ആ എന്നാ പറയട്ടെ. പോരില്ല, ഞാൻ തിരിച്ചു വരുമ്പോ ഇപ്പൊ തന്നെ തീരും, അതാണ് പ്രശ്നം. എന്നാ പാവം ഒരുമിച്ച് അമ്മര് വെടിയിരുന്നടാ, വെടിയെടുക്കാതാ പാവങ്ങൾ. ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ തുടങ്ങിക്കോ. ആരെങ്കിലും ചത്തോ? ഇല്ല ഞാനാ എടാ അമ്മമാരെ പൊട്ടുന്നില്ല, ഞാൻ ഗ്രനേഡ് എറിഞ്ഞിട്ട്. ഞാൻ എറിഞ്ഞിട്ട് ഞാൻ കറക്റ്റില്ല, പക്ഷെ എന്റെ എല്ലാം തെറ്റി. ഞാൻ ചത്തു. എപ്പോ എന്റെ അടുത്ത് വെച്ച് പൊട്ടും. ബോംബിന്റെ ആകാശത്ത് നിന്നാ പൊട്ടിയത്. എടാ പക്ഷെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വീഴൊന്നുമില്ല, അടുത്തിട്ട് പൊട്ടിയ. ബോംബിന്റെ ശക്തി കാരണം ഞാൻ മോളിൽ തെറിച്ചു പോയി. അടിയിട്ട് നീ ആരെ കൊന്നോ? അടി ബൈക്ക് പാടല്ലേ? ബൈക്ക് ഭയങ്കര പാടാ. ബൈക്ക് നല്ല പാടാ. ഇവിടെ ഗ്രനേഡ് ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു, ടൈമിങ് ചെയ്യായിരുന്നു. ഇത് ഭയങ്കര ഇത് റേഞ്ച് ഉണ്ടോ തോന്നാ. എനിക്ക് റൈറ്റ് നോക്ക് നിനക്ക്. വൈൽഡ് കാരൻ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് രണ്ടുപേർക്കുള്ള വൈൽഡ് കാരൻ. പക്ഷെ അവനെ കാണാൻ പറ്റും നമുക്ക് ഈ റേഞ്ചിൽ. ഈ ബോംബ് കൂട്ടുമ്പോ അയ്യോ നിന്നെ പോലെ എഫ് ഞെക്കണം. ഞാനും ആരാടാ സ്വന്തം ചേട്ടൻ? ഞാനാ ജിക്ക് ഒരു എഫ് ഞെക്കി. അബു ചുമ്മാ ചാടി പോണുണ്ട്. അപ്പൊ അത് തന്നെ ജി ശരിയാവത്തില്ല. ഞാൻ എഫാ കേൾക്കുന്നത്. ഞാൻ എടാ നീ തീർന്നടാ വലുത്. പാവം വലിയാറ്റ്. നമ്മളെപ്പം റോക്കറ്റ് ലോഞ്ചറായാലും ജയിക്കും. അതെല്ലാരും അങ്ങനെയാണോ? എല്ലാരും ജയിക്കും റോക്കറ്റ് ലോഞ്ചർ ആണെങ്കിൽ. ബൈക്ക് നല്ല പാടാ, നടക്കത്തില്ല. ഒന്നാ ഗ്രാനേഡ് കാട്ടിലോട്ടാ പോകുന്നത്. ഒരു മലയാളി സ്പെക്ടേറ്റ് ചെയ്തോണ്ടിരിക്കും, നമ്മള് കളി കണ്ടോണ്ടിരിക്കും. അപ്പൊ അടുത്ത റൗണ്ട് ആകുമ്പോ അത്രയ്ക്ക് വലിയ കളിയാണല്ലോ ഇവിടെ നടക്കുന്നത്. എടാ ഞങ്ങളുടെ ടീമിൽ 3 പേരുണ്ട്. ആണോ? അവന്മാർക്ക് വന്ന് നമ്മൾ ക്ലോസ് ചെയ്തില്ലേ പാട്ട്, ഇങ്ങനെ നമുക്ക് മാത്രം കളിക്കാം അങ്ങനെ. അല്ലടാ ഇതൊരു മലയാളിയാണ്, ദൂരമുള്ള അറിയുന്ന ഒരുത്തരാണോ? അറിയാവുന്ന ഗെയിം കളിച്ചു മൾട്ടിക്രൂരുണ്ട്, മലയാളിയാ. അയ്യോ അതെങ്ങനെയാ സംഭവിച്ചത്? അതെങ്ങനെ കോപ്പ് ഇൻസൈൻ്റെ ചാകുന്നതിന് മുമ്പ് ഒരു ബോംബ് ഇട്ടാ. അവിടെ ബോംബ് ഇട്ട് പൊട്ടിച്ചോട്ടോ കറക്റ്റ് ആയിട്ട്. അവൻ എന്നെ കൊന്നു ചാകുന്നതിന് മുമ്പ്. ഞാൻ ജയിച്ചോണ്ടിരിക്കാ, വീണ്ടും ചാകുന്നത് കണ്ടു. ആരുടെ ബോഡി തെറിച്ചു. അപ്പു അവിടെ വൻപം പരിപാടിയാക്കിയ ഓ ഞാന് ജയിച്ചാ ബോയ്സ് നാണക്കേടാണ്, ജയിക്കണം. ഓ ഞങ്ങള് 3 പേര് ഓരോരുത്തരെ വെച്ച് കൊന്നതാ. ആരാ വന്ന പുതിയതായിട്ട്? എന്നെ ഇത് ഞാനാണ് ടൈം ചെയ്ത് തോന്നുന്നു. കണ്ടായിരുന്നു. ഞാൻ ടൈം ചെയ്താ കൊന്ന അബൂനെ കൊന്നു. ഞാനാണ് അവിടെ തട്ടി താഴോട്ട് വിടാം. അതിന്റെ റിമോട്ടിന് റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് കുറച്ചു ദൂരം പോയി കഴിഞ്ഞിട്ട് നെക്കിയാലും പൊട്ടും. അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നെക്കിയ പൊട്ടത്തില്ലെന്ന്, പുറകോട്ട് നോക്കിയാൽ പൊട്ടത്തില്ല. അത് ആകാശത്ത് വെച്ച് നെക്കിയാൽ മാത്രമേ പൊട്ടത്തുള്ളൂ. എടാ പക്ഷെ പൊട്ടുന്നില്ല, ഞാൻ കൊറേ നേരം നോക്കി. പൊട്ടിച്ചാ പോലെ
അമ്മ ബൈക്ക് എടുക്കുന്നതിന് കൊല്ലം വിട്ടു. ബൈക്ക് എടുപ്പിക്കായിരുന്നാ പറഞ്ഞ ബൈക്കെല്ലാം പിടിച്ചാൽ തീരാത്ത പ്രശ്നമില്ല. ഈ ബോംബ് പൊട്ടുമ്പോ ഒരുമാതിരി ഭയങ്കരമായിട്ട് സ്ക്രീൻ ഷേക്ക് ആവും. അത് വേറൊരു പ്രശ്നം. വലിയൊരു പ്രശ്നം. എടാ അമ്മ പണി പഠിച്ചടാ. പണി പഠിച്ച മാത്രല്ല ഞാൻ പിന്നെയും സൂയിസൈഡ് ചെയ്യടാ നാളെ എടാ ഇത് ലെഫ്റ്റ് ക്ലിക്ക് ആണോ റൈറ്റ് ക്ലിക്ക് ആണോ അശ്വിനെ? എടാ നീ സാധാരണ ഇങ്ങനെ വെടിവെക്കുന്നേ? ഈ റോപ്പിലാണ് സ്ലോ. എത്ര നേരം ഓ എടാ റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ടാണോ ക്ലിക്ക് ചെയ്യണ്ടേ? റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ എയിം. ആ എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാൻ എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അയ്യോ കാട്ടിപ്പോയി. ഞാൻ ചത്തു. അവനെ കിട്ടും വലിയ കാര്യം കിട്ടും. അപ്പൊ ആ നൂബിട സ്ഥലം തീർത്തിട്ടേക്ക്. എന്റെ ടൈമിങ് എടാ ഞാൻ 3 പേരെ ഞാൻ തന്നെ കൊല്ലണ്ട അവസ്ഥയാണല്ലോ. അബു ഒന്ന് ലൈനായിട്ട് ഒരു സാറേ 3 പേരെ ഞാൻ കൊണ്ടിരിക്കുന്നു. ഞാൻ 3 പേരെ തീർത്തു. എന്നെ കൊണ്ട് വായിക്കാം. വേറെ കളി കളിക്കാൻ പോകും. ഈ കളി ശരിയാവുന്നില്ല. വേറെ വെറുതെ തോക്കാൻ പച്ചമുടിയും വെച്ചോണ്ട് വന്നോളൂ. നാണില്ല ന്യൂസിനോടെ കളിക്കുക വലിയ GTA നീ ധൈര്യമുണ്ട് വാടറിന്റെ വേണം. നീ അതിനോട് റോക്കറ്റ് ലീഗ് വേണം. അതെ റോക്കറ്റ് ലീഗ് അത് മതി. എടാ ടൈറാനോ സ്റ്റോക്കിന് അവന് 261 പ്രോയാ അവൻ. വേറെ അഡ്വൈസറി മോഡില്ലേ? ഞങ്ങളൊക്കെ പാവങ്ങളാ വിട്ടേര്. ചെറിയ പിള്ളേർക്ക് പറ്റിയ കളി മറ്റേ അന്ന് വണ്ടി ഓടിച്ചു മറ്റേ ബബിളി പോകുന്ന പോലത്തെ. അതെ ലോക്കല്ല അത് വേണ്ട. വേറെ എന്തെങ്കിലും നോക്ക്. വേറെ മറ്റേ ഡെഡ് ലൈനോ സ്ലാഷറോ എന്നാ ഇറങ്ങ റിമോടെ ഞെക്ക് എല്ലാരും. ഞെക്കടാ. എടാ മജോറിറ്റി വോട്ടുകളെ പെട്ടെന്ന് പോകത്തുള്ളൂ. സമയം കാണാതെ വോട്ട് ചെയ്യും. എടാ വീണ്ടും ഞെക്കി അത് ക്യാൻസൽ ആവും. ഞാൻ ഒന്ന് ഞെക്കി പിന്നെ നീ ഞെക്കാൻ വേണ്ടി ഞെക്കിയതാ. റെഡിയായില്ല. ഞാൻ വോട്ട് ചെയ്യാത്ത 6 പേരുണ്ട്. 4 പേര് വോട്ട് ചെയ്തു. എസ്കേപ്പ് അല്ലായിരുന്നോ? ജിടിയുടെ ഫോൾഡറിൽ പോയി ഡിലീറ്റ് ബട്ടൺ ഞെക്കണം. അപ്പം ചെയ്യാവും. അപ്പൊ ശരിയാവും. അപ്പൊ കളി തുടങ്ങും. വണ്ടി ഓടിച്ച് നടക്കും. അതെ അതിന് വേറെ കളിയല്ല. ആദ്യം തൊട്ട് ഇൻവൈറ്റ് ഒക്കെ അയക്കണ്ടേ? അങ്ങനെ എല്ലായിരുന്നോ ഗെയിം? അല്ല ഞാൻ പറഞ്ഞ പോലെ ഡിലീറ്റ് ബട്ടൺ ഞെക്കിയാ മതി ഫോൾഡറിൽ ചെന്നിട്ട്. അപ്പൊ ഇങ്ങനെ ലോഡിങ് ഇങ്ങനെ പച്ച ബാർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. അത് കഴിയുമ്പോ കളി തുടങ്ങും. ഗെയിം എന്നാണ് ഇത്? ചുമ്മാ ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല. ചുമ്മാ ആൾക്കാർക്ക് പ്രശ്നം. ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്ടീവ് ഇത് ഗെയിം വളരെ വലിയ തോൽവിയാണ് എന്റെ കണ്ണില്. ഗെയിമറിന്റെ പെർസ്പെക്ടീവ് വിജയ. ഇതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ കണ്ണിൽ നോക്കി ഇതിൽ ഒട്ടും യൂസർ ഫ്രണ്ട്ലിനെസ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കാൻ പോലും അറിയത്തില്ലൊന്നും. എന്ത് വെച്ചാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇയാള് കൂടുതൽ ഉണ്ടാക്കണ്ട കേട്ടോ. ഇയാളെ GTA ഡിസൈൻ ചെയ്ത് GTA എഞ്ചിനീയർ ഞാൻ ഉണ്ടാക്കി. ഞാൻ കോഡ് ചെയ്ത് എഴുതി കൊടുത്തത്. കുടുംബസ്വത്ത് ഞങ്ങളല്ലാതെ ഈ ഗെയിമും ഉണ്ട് അതില് കമ്പ്യൂട്ടറും ഉണ്ട് അതില്. അത് പറഞ്ഞു കൊടുക്കടാക്കില്ലേ? അതേടാ നീയൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് വണ്ടി ഓടിച്ചോണ്ട് നടന്നു. ഞാൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കി കൊടുക്കണ്ട. എന്നാലേ നിനക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിലാണ് ഈ സോഫ്റ്റ്വെയർ എവിടെയൊക്കെ ഉണ്ടാക്കും. കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോടാ. പളറി ഞാനും ഉണ്ടാക്കും. കമ്പ്യൂട്ടർ മെക്കാനിക്കൽ എഞ്ചിനാണല്ലോ ഉണ്ടാക്കി തരുന്നത്. അതെ പെട്രോൾ എഞ്ചിൻ ഒക്കെ വെച്ചാണല്ലോ കമ്പ്യൂട്ടർ ഓടുന്നത്. അല്ല പണിക്ക് പോകണ്ട. കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പണിക്ക് പോകാൻ വണ്ടി വേണം. അല്ല ഇത് കമ്പ്യൂട്ടർ ഓടണ ഇലക്ട്രിസിറ്റി വേണോടാ. ഇത് നടന്നു പോയാൽ ഓരോ ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല. അല്ല കമ്പ്യൂട്ടർ ഓടണ ഇലക്ട്രിസിറ്റി വേണമല്ലോ. പീസുകാരെയും കൂടെ വിളിക്കും. അല്ല ഇത് ഭക്ഷണം കഴിക്കാൻ കർഷകർ വേണ്ട. അത് മെക്കാനിക്കൽ പണിയായിരിക്കും അല്ലേ? കുഞ്ഞച്ചൻ പോയി വിളവെടുത്തിട്ടാ നമ്മള് കഴിക്കുന്നത്.
അല്ല അവിടെ ട്രാക്ടർ ഓടിക്കാൻ ആള് വേണല്ലോ. ഏത് മെക്കാനിക്കൽ എഞ്ചിനീയറിന് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, വൈഡിയാറ്റി അത് ബാൻസി അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇത് വെറും ബാൻസി അല്ലേ, ബാൻസി 900R. ന്യൂസ്റ്റർ 30 ലെഫ്റ്റ് അതാരടാ? നമ്മളെ പബ്ലിക് ലോബിക്കകത്ത് റണ്ണിംഗ് ബാക്ക് എന്ന് പറഞ്ഞ നാട്ടിലാണ്. ഇൻവൈറ്റ് ചെയ്യടാ അടുത്ത കളി. എടാ റണ്ണിംഗ് ബാക്ക് ആണ്, ഏതാ വേണ്ടത്? മറ്റേ ട്രോണിന്റെ തന്നെ ആയിരുന്നു. അതാണ് ഡെഡ് ലൈൻ. എടാ 4 റണ്ണിംഗ് ബാക്ക് നീ ലിസ്റ്റ്. ടെന്നീന്ന് കളിച്ചില്ലേ നിന്റെ അതിനകത്തോ? ആ ഞാൻ എന്റെ അകത്ത് ഇച്ചിരി പണിയാൻ, പിന്നെ ജേക്കബിന്റെ ശരിയാക്കി വരും. ആ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഒന്ന്. അല്ല ബിസിനസ് വേണം എനിക്ക്, അത് കേറെങ്കിൽ മതി, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ കാശ് ചെയ്തുകൊണ്ടിരിക്കാം. നിനക്ക് കാശിന് വേണ്ടിയല്ലേ ആ ബിസിനസ്? കിട്ടുന്ന കാശ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ കാശായി കിട്ടത്തില്ല. ബങ്കർ എന്ന് പറഞ്ഞ സാധനത്തിൽ കുറെ കാശ് കിട്ടും, പക്ഷെ അതിന് ഇടയ്ക്കിടയ്ക്ക് പണിയെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ജിറ്റി വേണം. ആർക്കോ ഇൻവൈറ്റ് പോയിട്ടില്ല. കൈബർ ഗെയിമിൽ തന്നെ ഉണ്ടോ? അപ്പൊ പോയി വേറെ കണ്ടു പോയത്. എവിടെയാണോ വന്നിട്ടുണ്ടായിരുന്നു? ഇൻവൈറ്റ് തോന്നി. എടാ നീ ഓഫ് ഇൻവൈറ്റ് ഓഫ് ചെയ്തിരിക്കാൻ പറ്റുമോ? റാൻഡം ആൾക്കാർ കയറാ. രണ്ടോ ആൾക്കാരല്ലോ അല്ല മുമ്പ് കയറിയത് പോലെ. മാച്ച് ക്ലോസ് ആണെങ്കിൽ ഫ്രണ്ട്സിന് കയറാൻ പറ്റും. ഫ്രണ്ട്സ് ജോയിൻ ഗെയിം അടിച്ചാൽ റണ്ണിംഗ് ബാക്ക് റീമിക്സോ? ഇത് നമ്മൾ മാച്ച് മേക്കിംഗ് ക്ലോസ് ചെയ്താലേ നമ്മളിപ്പോ നമ്മുടെ വേറെ ഏതെങ്കിലും പ്ലേസ് ഹോമിലേക്ക് ജോയിൻ ഗെയിം അവരെങ്കിലും അത് കയറി വരും. ഇൻവൈറ്റ് ഓഫ് ചെയ്താലും അല്ല ഇൻവൈറ്റ് ഓഫ് ചെയ്താലും മാച്ച് ക്ലോസ് ചെയ്താലും. നീ എന്താ പറഞ്ഞ ബിസിനസ് വേണ്ടെന്നോ? നീ കളിക്കുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ കാശിട്ട് തരാം. കൈസബൽ വന്നിട്ടുണ്ടോ? മതി. കൈസബൽ വന്നിട്ടുണ്ടോ? അശ്വിനെ ഞാൻ പറയുന്ന വണ്ടികളൊക്കെ കാശിട്ട് വാങ്ങിച്ചു തന്നാ മതി. വണ്ടിയൊക്കെ തന്നെ വാങ്ങി. ഡിമാൻഡ് അണ്ണ എനിക്കോടെ നമ്മള് ഞാൻ നായ പിടിക്കാൻ പോയാ ചുമച്ചിട്ട്. കൊള്ളാം മോനെ, നന്നായി പെട്ടെന്ന് ഗെയിമിൽ കയറും. ഞാൻ ജേക്കബ് ടീമാണ്. വൈൽഡ് കാറ്റ് ഞാന് അബു സെയിം ടീമാ കഴിഞ്ഞ പോലത്തെ. അപ്പൊ 7 പേരില്ലേടാ നമ്മള്? അപ്പോൾ രണ്ടുപേരും എപ്പോഴും ടീമാക്കണത് ഇമാരെ എപ്പോഴും തോറ്റോണ്ടിരിക്കുകയാണ്. ചില ശരിയാണല്ലേ, മാറുന്നതായിരിക്കും നല്ലതല്ലേ? ഇല്ല സാരമില്ല, ഞങ്ങള് തോറ്റ ഞങ്ങളുടെ പ്രൊഫഷൻ ഉണ്ടോ ഞങ്ങളോട്? ഞങ്ങള് GTA പോലെ വന്നിരിക്കുന്നു. ഇത് റേസിംഗ് ആണോ? അല്ല അല്ല എനിക്കറിയത്തില്ല, കളിച്ചിട്ടില്ല. ഇല്ല GTA എഞ്ചിനീയർ ഇതൊന്നും അറിയത്തില്ല. ഞാൻ ഉണ്ടാക്കി ഞാനായിരുന്നു കോഡ് സ്റ്റോപ്പ് ദ എനിമി റണ്ണർ. ഓ എടാ അഖില എന്നെ അവിടം വരെ എത്തിക്കണം നീ സുരക്ഷിത. അഖില നെറ്റിന്റെ മൊത്തം നടുക്കാരാണ് തൊളയുണ്ടാക്കിയ. ഞങ്ങള് കളി ജയിച്ചു. ആ തുളയ്ക്കകത്ത് എടാ ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിടും ഇമാരെ അൾട്രാ. ഓ ഇതായിരുന്നു സംഭവം. ഇതിനകത്ത് കേറല്ലേ? എന്റെ ഒരു പൊട്ട വണ്ടി, എടാ ഒരു പൊട്ട വണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് കാണും, അപ്പൊ ഞാൻ തടയണം. എടാ ഞാൻ 6 സെഷനിലെ കയറണ്ടേ. എടാ ഇത്തവണ നമ്മള് ഒരു കുഞ്ഞു വണ്ടി വണ്ടീനെ സ്റ്റോപ്പ് ചെയ്യണം. നടുക്ക് കുഴിയുണ്ട്, എനിക്ക് പണിയായിട്ട് അബു വാടാ പോര്.
പക്ഷെ ഞാൻ ഒന്നും ചെയ്യാനില്ല ഇനി ഒന്നും ചെയ്യാൻ ഇനി അൾട്രാ നൂബേ. വേണ്ട വിളിക്കണം. ഞങ്ങൾ ജസ്റ്റ് ഞാനാടാ അടിക്കും. പക്ഷെ ഇത് പക്ഷെ റെസ്പോൺസ് ഇല്ലടാ. നമ്മള് തിരിച്ചും തെന്നിപ്പോവും. അഖിലെ പ്രാക്ടിക്കലായിട്ട് കളിക്കാം. കളിക്കാം. ലെഫ്റ്റിലോട്ട് പോകട്ടോ. അമ്മരവിടെ വെയിറ്റ് ചെയ്യടാ. ടാക്ടിക്കലായിട്ടല്ലേ കളിക്കുന്നത്? നിങ്ങൾ 3 പേര്, ഞങ്ങൾ 2 പേര്. നിങ്ങൾ ടാക്ടിക്കൽ കളി, ഞങ്ങളും ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. എടാ ഞൊണഞ്ഞു അഖിലെ വെട്ടിട്ട് അഖിലെ പെട്ടോ. ഹൈസ്റ്റ് കളിക്കാം, ഹൈസ്റ്റ് കളിക്കാം. എടാ നമ്മൾ എത്ര പേരുണ്ടെന്ന് അഖിലെ വെട്ടിക്കാതെ നേരെ എന്തിയടാ തെണ്ടി ഇതെങ്ങനെയാ അപ്പൊ പൊട്ടിക്കുന്നേ? പൊട്ടിക്കാൻ ആ സമയത്തിനുള്ള ടൈം 8 സെക്കൻഡ്. അതിലെ തിരിക്കുവാണ്. അതൊക്കെ റിവേഴ്സ് വേണം. ആരായിരുന്നു? ഇൻസൈൻമേഡ് സുഭാഷാണോ? ശരിക്കുള്ളത് റൂബനാണ്. ഇപ്പൊ ഞാനാണ്. ഞാൻ വരാം. അവിടെ നീ നടുക്ക് തെണ്ടിയാണ് കുഴി ഉണ്ടാക്കി. വാടാ അഖിലെ സ്റ്റോപ്പ് ചെയ്തോ. ആ ബാ പശുവിനെ വാടാ. നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ 3 പേരുണ്ട്. കുറച്ചു മുമ്പ് എന്തോ പറഞ്ഞായിരുന്നല്ലോ നൂബ് ടീമിൽ വരണോന്നോ. അൾട്രാ നൂബ് ആണെന്ന് ആ ജയിക്ക് ഒറ്റ തെള്ളു കൊടുത്തങ്ങ് മാറ്റി വിട്ട്. നീ എവിടെ തുടങ്ങിയോ? ഞാൻ സ്പെക്ടേറ്റ് ചെയ്ത. എടാ ഇനിയിപ്പോ കളി കണ്ടോ. അടുത്ത മാച്ച് തുടങ്ങുമ്പോഴേ വരുന്നുള്ളൂ. ഇനി കളി കണ്ടോ. ശരിക്കും എന്താ പരിപാടി? എന്നെ ഫോളോ ചെയ്ത് വന്നാൽ എന്നെ ഫോളോ ചെയ്യണം. എടാ നീ ഫോളോ ചെയ്യാൻ വിട്ടു പോയ എന്നെ ഒരു ആക്രി വണ്ടി. അഖിലെ എന്നെ കുഴി കളയാതെ മണ്ട. പാർക്കർ റൈസ് ആണോ? മണ്ട പൊട്ടനൊക്കെ ഒന്ന് എടുത്ത് കളയാവോ? ഒന്നും ചെയ്യണ്ട കുഴിയിലിടാം. എടാ എന്നെ അഖിലാടാ എന്നെ ഇടിച്ചിട്ടത്. എടാ സ്വന്തം പാർക്കർ റൈസ് ആണോടാ? അല്ല റേസ് അല്ല. എന്റെ അഖിലെ നീ മാറി നിന്നാ മതി. ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ലായിരുന്നു. അതിനകത്ത് ഗെയിമിനുണ്ടോ? കെവിന്റെ ഒച്ച മാത്രമേ. എടാ എന്റെ ഗെയിം ക്ലോസ് പോയി. എടാ എന്റെ ഗെയിം ഗെയിം ക്ലാഷ് ആയോ? ഗെയിം ഒരു വർഷമായില്ലേ ഒരു കയറാത്ത. ഞാനാ കമോൺ ബോയ്സ് കമോൺ. ജയിക്കപ്പാണോ തോറ്റു? വാഴേ എന്നെ മര്യാദക്ക് രക്ഷിച്ചോടാ നിങ്ങൾ. എടാ ഞാൻ ഭയങ്കര സ്പീഡ് നേരെ പോയതാ. അഖിൽ ഇടിച്ചു മറിച്ചിട്ട് എന്റെ വണ്ടി. ഞാനാണ് അപ്പുറത്തോട്ട് വെട്ടിക്കാൻ വന്നത്. പക്ഷെ ജയിക്കാൻ വേണ്ടി എടാ നിങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് കാര്യമില്ലെന്ന് ഞാനല്ലേ എത്തണ്ടേ? നിന്നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ഫ്രണ്ടിൽ പോകണം. 5 പേർക്ക് കയറി കളയാൻ പറ്റിയ ഐസ് ഒന്നുമില്ലേ? അയ്യോ എന്റെ ഗെയിം റണ്ണിങ് എന്നാ കാണിക്കുന്നത്. എന്റെ ഗെയിം ക്ലോസ്. അത് ടാസ്ക് മാനേജറിന്ന് ക്ലോസ് ചെയ്യും. ഇന്നത്തേക്ക് നമുക്ക് സൈഫർ ആയിട്ട് കളിക്കാം. ഞാൻ അങ്ങനെ കേറുന്നേ. ആടെ എനിക്ക് വന്നടാ. എന്റെ ഗെയിം ക്ലോസ് ആയില്ലായിരുന്നു. ഒന്നോ ഡൗൺലോഡ് ഇനി 3v3. എടാ ഗെയിം കളി ശരിയാവുന്നു. അല്ല കൈസേബിലുണ്ടോ? ഉണ്ടല്ലോ ഇല്ലതല്ലേ? അല്ല നീ കളിക്കുന്നുണ്ടോ കൈസേബില്? ഞാനും അല്ല ഇത് കളിക്കാൻ കേറുന്നുണ്ടോ? എടാ ഞാൻ തിരിച്ചു കയറി. അപ്പോൾ 3 പേര് ഇതെങ്ങനെ കളിക്കുന്നെന്ന് പറ. ചെറിയ വണ്ടി ഒരു പോസ് ചെയ്യടാ. നേരെ കളിക്കുന്നെന്ന് പറയോ? എന്റെ ഗെയിം ഇവിടെ കാണാനില്ലടാ. തുടങ്ങുന്നില്ല. എടാ എബ്രേ ഫുട്ബോൾ കളിക്കുന്ന പോലെ നിന്റെ ആ കുഞ്ഞു വണ്ടി ആ ബോള് ഇപ്പത്തെ സൈഡിൽ ഗോൾ പോസ്റ്റ് ഉണ്ട്. ഇവിടെ വന്ന് എടാ ഇൻവൈറ്റ് വേണ്ട, നീ കേറിയാ മതി. ചുമ്മാ കേറിയ. എടാ 1 മിനിറ്റ് മതി റാങ്ക് ജയിക്കാനായിട്ട്. അങ്ങനെ ചെയ്യല്ലേ? ഓടിക്കോ. ഇല്ല സ്റ്റോപ്പ് ദി എനിമി റണ്ണറാടാ. അമ്മാര് വരണം ഇങ്ങോട്ട്.
ഫുട്ബോൾ ആണെന്ന് പറഞ്ഞാൽ ഇവന് ഓടിച്ചാ പോകുന്നത്. നീ ആയിട്ടൊന്നും ചെയ്യണ്ട സൈഫറെ, പക്ഷെ ഇവന് നനകട്ടെ. എടാ എന്റെ ഗെയിം കാണാനില്ലടാ. കാണാനില്ലെന്ന്. എന്റെ ഗെയിം ഇവിടെ ഓടുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതുപോലെ ഒരിടത്തും ഇല്ല. താഴെ പോ. എന്തുവാ ആക്റ്റീവ് ആപ്സിലല്ല കാണത്തില്ല, അങ്ങ് താഴെ ആയിരിക്കും കിടക്കുന്നത്. അവിടെ നിന്ന് കിട്ടി. എപ്പിക് ഗെയിംസ് ക്ലോസ് ചെയ്യും, അത് എന്നിട്ട് തുറക്ക്. പിന്നെ എടാ എന്തിനാ കളിക്കുന്നത്? അവന്മാരെ കളിക്കുന്നില്ലല്ലോ. അമ്മര് വരുന്നു. 5 seconds. തോട്ടിടാവും. എങ്ങനെ ജോയിൻ ചെയ്യുന്നു? ഹോസ്റ്റ് എങ്ങനെ ഇത് ജോയിൻ ചെയ്യുന്നത്? അവന്മാരെ നിർത്തണം. ചെറിയ വണ്ടിയില്ല, ഇങ്ങോട്ട് വരും. നമ്മള് ഈ എൻഡിൽ റീച്ച് ചെയ്യാൻ പാടില്ല. അഭിനൂപ് എന്റെ കൂടെ ഞാൻ എസ്കോർട്ട് വരാം. എടാ ഇങ്ങനെ പോയാലോ? എസ്കോർട്ട് പോയാലോ? വേറെ ഒരു വണ്ടി എടുക്കുന്നു. ഈ വണ്ടി സൈഫറെ ലെഫ്റ്റിലോട്ട് വരുന്നത്. ഇവൻ ക്രോസ് ചെയ്യാനായിട്ട് പറ്റ വഴി ക്രോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എന്തിനാ അങ്ങോട്ട് പോയി? എടാ നീ ആരുടെയും പേര് നിക്ക് ജോയിൻ ഗെയിം അടിച്ചാൽ മതി. ഇൻവൈറ്റ് ഒന്നും ഞാൻ വെളിയില വെയിറ്റ് ചെയ്യാം. ഞാൻ അകത്ത് കയറിയിട്ട് അയക്കാം. എത്ര പേരുണ്ട് ഇപ്പൊ? 7 പേരുണ്ടോ? എടാ ടീറ്റേ നീ എവിടെന്നാ കയറുന്നേ? അയ്യോ എടാ മിസ്സായി. ഗെയിം സെറ്റിംഗ് ആണോ മറ്റേ സോഷ്യൽ? അയ്യോ ഇത് മിസ്സായ വലിയ പാടല്ലേ? മിസ്സായ തീർന്നു. തോറ്റു. എടാ കെവിന് നീ സോഷ്യൽ ക്ലബ് വഴി കയറ്. അത് കിട്ടിയാണ് നിനക്ക് മിസ്സായില്ലേ? ബോയ്സ് കമോൺ കവർ ഈ നാനോ പോലത്തെ വണ്ടി തരാം, മറ്റേ വണ്ടി തരാം. നിനക്ക് ലോറി വേണമായിരിക്കും. ഞാൻ കുഴി വീണ് ചത്താലോ? നല്ലതാ. ഓക്കെ ബൈ. ഇതവിടെ വരെ എത്തണ്ടേ? പക്ഷെ പട്ടിയെ പോലെ ഇൻസൈൻ പടി വരുന്നുണ്ട്. സ്വന്തം ടീമിനെ കൊന്നിട്ടോ ജയിക്കുന്നവനാ. അത് ജേക്കബ്. ഓരോ ഗെയിമിനും ഓരോ പേരാ. അത് ഇതെങ്ങനെയാ മാറ്റുന്നത്? ഇനി മാറ്റുന്ന എവിടെയാ? മാറ്റാൻ പറ്റൂല. സോഷ്യൽ ക്ലബിലെ കാറ്റാറുള്ളത്. സോഷ്യൽ ക്ലബിൽ കൂടെ കയറുക. എനിക്ക് ഇൻവൈറ്റ് ഓപ്ഷൻ വരും. അവിടെ ഇതൊന്നും ഇടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റക്ക് വരുന്നു. നല്ല ഡിഫെൻഡിങ് ആട്ടോ. അശ്വിനോടാ? ഞാൻ പുറത്താ. നിങ്ങള് 2 പേരേ ഉള്ളൂ. 2v2 ആ. 2v2 അല്ല ഞാൻ. അല്ലോടാ കമോൺ. അതിനാ നീ പുറത്ത്, നീ കയറാഞ്ഞാ? എടാ പാൻഡോ അല്ല അതോ അത് ലംബോർഗിനി. അവന്മാര് ഇറങ്ങുന്നില്ല. അവ വെട്ടിച്ചോടിക്കണേ. പോട്ടെ. അടുത്ത ഒരാളോട് വെട്ടിക്കും. എടാ നീന്റെ ആ വണ്ടി നിനക്ക് വല്ല റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? എടീ സത്യം പറഞ്ഞ വണ്ടി ഓടിക്കുന്നവർക്കാണ് ഏറ്റവും അഡ്വാൻറ്റേജ്. ചുമ്മാ വേറെ എവിടെയെങ്കിലും കയറി. എടാ നീ എന്നാല് അബുവിനെയോ ഇൻസൈൻ ബഡിയോ അല്ലെങ്കിൽ അവന്മാരുടെ അല്ലെ കയറ്. നീ ഒന്ന് ഡിഫെൻഡ് ചെയ്യ, ഞാൻ അവിടെ ചെന്ന് അവന്മാരെ തീർക്കാന്ന് നോക്കാം. അതെനിക്ക് ഇൻവൈറ്റ് വന്നു. എനിക്ക് ഇൻവൈറ്റ് അയച്ചിട്ട് അയ്യോ പോയി. നല്ല ഡിഫെൻഡിങ്. എപ്പോഴും പുട്ട് പോലെ എടുത്തോണ്ട് പോയി കൂടെ. എടാ ഈ കൊച്ചു വണ്ടിയൊക്കെ ചുമ്മാ ഓർപ്പമാണ്. ചുമ്മാ വെട്ടിച്ചാ മതി. ഫുട്ബോൾ കളിക്കുമ്പോ പിന്നെ എന്തോ ഒരു ആളുടെ സൈസാണ് ഫുട്ബോളിന്റെ. അല്ല എന്നാലും ഇപ്പൊ ജയിക്ക് പോന്ന് കേറ്റിക്കൊണ്ട് പോകുന്നത്. വെട്ടിക്ക്
ആ അങ്ങോട്ട് മാറി നീ കേട്ടോ, വെട്ടിക്കുന്നത്. അങ്ങോട്ട് മാറി നീ കേട്ടോ. ഓ മൈ ഗോഡ്, എടാ എടാ തിരിച്ചാടാ ഗോൾ പോസ്റ്റ് തിരിച്ചാ. എടാ അവിടെ തള്ളടാ, അബുവെ തള്ളി കൊടുക്കണേ, തള്ളി കൊടുക്കും. തള്ളി അഭിയോ വാടാ. ജയിച്ചു ജയിച്ചു. ഞാൻ ഡോട്ട് ചെയ്ത് അവരെ ഇത് ചെയ്തതാ. ഓ ഡോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറി മാറിയിരുന്നു. അങ്ങോട്ട് മാറി. ഇയാൾ വലിയ ഡയലോഗ് അടിച്ചല്ലോ, പേട്ട് വണ്ടിയും കൊണ്ട് ജയിച്ചിട്ട്. അതാ ഈ വണ്ടിയാടാ നമ്മള് ജയിച്ചു. ആരോ 3 പേര് സ്പെക്ടേറ്റിംഗ്. ഇത് തന്നെയാണോ കളിക്കുന്നത്, വേറെ മാച്ചാണോ? വേറെ ഒന്നും ഒത്തിരി പേര് കളിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണോ? 4 പേരുണ്ട്. 4 4v4 അല്ല, 3v3 ആണ്. ഫ്രീയാ. അല്ല ഞങ്ങളുടെ ടീമിൽ 4 പേരുണ്ട്. ഞങ്ങളുടെ ടീമിൽ 4 പേരുണ്ട്. അപ്പൊ പിന്നെ അമ്മമാർക്ക് അഡ്വാൻറ്റേജ് ആണ്, നമ്മള് 3 പേരും. 3 ഡിഫൻഡർ 3 അറ്റാക്ക് 1 ഫുട്ബോൾ. ആരാ ചെറിയ വണ്ടി? ഞാൻ എടാ അവന്മാര് പ്രോസ് എല്ലാം കൂടെ ഒരു ടീമാടാ. നമ്മളാരൊക്കെയാ? നമ്മുടെ ഇപ്പുറത്ത് ആരാ? കൈസേബില് കൈസേബിൾ പ്രോ ഉണ്ടല്ലോ. കാരണം ഇത് അവന്മാര് ജയിക്കത്തുള്ളൂ. അവന്മാര് 4 പേരുണ്ട്, നമ്മള് 3 പേര്. എന്ത് കാണിക്കാൻ? കണ്ടോ ചുമ്മാ വെട്ടിച്ചങ്ങ് പോയാ മതി. വെട്ടിച്ചു പോവാം. ആ ഈസി ആയിട്ട് പോയിട്ടല്ലോ. എടാ ഇതിപ്പോ ഡൈഡോ കുഴി പോയി കാണും. അവന്റെ ഫസ്റ്റ് കളിയല്ലേ? എടാ സ്കോർ ബോർഡ് താഴെ റൈറ്റ് സൈഡ് കോർണർ. അബു സാർ ഒന്നും നോക്കണ്ട, തീർത്തേര്. ആരാ ചെറിയ വണ്ടിയാ? സൈഡിൽ ഇങ്ങനെ നിൽക്കേ. അതെന്നാ പരിപാടി? അത്രയും വലിയ വണ്ടി വെച്ച് എന്നിട്ട് എടാ അന്തസ് വേണോടാ. അതെ. എന്നിട്ട് കൊള്ളാം. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്യാണ്ട് ഡാമേജ്. സ്വന്തം ടീമാടാ. എടാ മഞ്ഞ, എടാ മാറിക്കടാ. അതുവേ നീ സ്വന്തം ടീമാടാ. നീ അവിടെ മാറി. 18 seconds. എടാ നീ അവനെ ബ്ലോക്ക് ചെയ്യുക. കേറത്തില്ല. ഓ നടക്കത്തില്ലടാ. ഓ മറിച്ചിട്ടവനെ. ഗ്യാങ് ബാങ് കണ്ടോ സൈലോട് മാറി കേട്ടോ. നിങ്ങൾ ആൽബലത്തിന്റെ പേരിലാണ് ജയിച്ചേ. അതെ ആൾബല എന്നിട്ട് വണ്ടിയും കൊണ്ട് ഇങ്ങനെ നിക്കുക റോക്ക് നാണില്ലാത്തവന്മാർ. അല്ല നീ അബു അപ്പൊ എടാ നമുക്കും ആ പരിപാടി കാണിച്ചല്ലേ, നമുക്ക് ആളില്ല, അതാ പ്രശ്നം. എടാ അഖിലേ, നിങ്ങൾ 3 പേര് ഫ്രണ്ടിൽ പോടാ. അതാ എടാ നമ്മള് സൈഫറെ അവന്റെ നേരെ മുന്നിൽ ആക്കുക. അഖില എന്റെ പുറകെ പോനെ. വരുവാ. അവനെ വെട്ടിച്ചു. അവരെ കിട്ടിയെന്നേ നൈസ്. അയ്യോ ഇപ്പൊ പണിയായാലേ കേട്ടോ. ഒന്നും പേടിക്കണ്ട. നീ ജയിച്ചു. കൈസേബിൾ എങ്ങോട്ട് പോയി? നല്ല ഡിസഡ്വാൻറ്റേജാ. എനിക്കൊന്നും ചെറിയ വണ്ടി ആവാൻ പറ്റുന്നില്ല. നേരത്തെ പോലെ തന്നെ. നേരത്തെ സെയിം. ഫോർമേഷൻ. അയ്യോ നാണയില്ലാതെ വണ്ടിയും വെച്ച് ഇടിച്ചിടാ. അബു വാടാ. കൈസേബിളെ വണ്ടിയും കൊണ്ട് ചെല്ലല്ലേ. വാഴകളെ റിവേഴ്സ് എടുക്കണ്ടേ? ബാക്ക് നോക്കി. അതേന്നെ ഞാൻ ബാക്ക് ചെയ്യുന്നു, എന്നെ തള്ളി ഫ്രണ്ടിലാക്കിയത് അവൻ. നിങ്ങൾ ആയല്ലേ ഇത്ര പേരുണ്ട് നിങ്ങള്? ഞങ്ങൾ 5 പേരുണ്ടോ? ഞങ്ങൾ 5-6 പേരുണ്ട്. അതിലെ 3 പേരും ഒരുമിച്ച്. ആറ്റിക്സ് ആണ്. ഒരുമിച്ച് നിൽക്കണം. ലൈനപ്പിൽ നിൽക്കാം. അവന് ഒരു ബ്ലോക്കേഡ് പോലെ. എന്തോ ഉദ്ദേശിക്കുന്നത്? കിട്ടിയില്ല, ജസ്റ്റ് ആയിരുന്നു. മരമ്പൂത്ത് വേപ്പോ പോടാ മണ്ട. എന്റെ ബാക്കിൽ ഒന്ന് വെച്ചിട്ട് ഓ എടാ
കുഞ്ഞുവണ്ടി തന്നെ അവിടെ നിൽക്കുന്നു. ഓടി 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 കേറണ്ട, അത് ആരുടെ നമ്മുടെ ആരുടെ കൂട്ടല്ല. എടാ നീ വട്ടം തിരി കേറിപ്പോ കേറിപ്പോ. അവന് ബാക്കിൽ നിന്ന് ഒരു വീഡിയോ ഓ ഇൻസൈൻ പെട്ടി ഇൻസൈൻ പെട്ടി തെണ്ടി കാരണല്ലേ എന്നെ കിട്ടിയാൻ. അല്ല ഞാൻ കണ്ടേ എന്റെ പുറകെ അരുണാന്ന് തോന്നുന്നു അടിച്ചത്. നമ്മളാരാ? ഓ നമ്മൾ എഡിറ്റ് ബ്ലോക്ക് ചെയ്യണേ. ബോയ്സ് കേറിയാ നമുക്ക് കേറി വരാൻ സമയം. കൈസേബിലെ കേറി ഇടി അങ്ങോട്ട് ഇടി. കൈസേബിൽ എന്ത് ഗെയിം നിർത്തി പോയെന്ന് തോന്നുന്നു. എന്താടാ അവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടെ നമ്മൾ മിസ്സായ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ബോയ്സ് കമോൺ. എടാ സംഭവം ഇപ്പോഴല്ലേ മനസ്സിലായത്. എടാ എന്ത് കോപ്പാണ് ഇത്? ആരെ കൈസേവല കൈസേവല. എടാ സംഭവം ഇപ്പോഴാണ് പൊളി ഐഡിയ. എടാ മര്യാദക്ക് ഞാൻ കേറി പോയതാ. കൈസേവിൽ വന്നിട്ട് ഇടിച്ച് പുറകോട്ടിടിച്ച് റിവേഴ്സ് അടി. കണ്ടായിരുന്നു റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് എടുക്കാൻ സമ്മതിക്കില്ല. എടാ അവനെ സ്വന്തം ടീം അവനെ തടയുന്നുണ്ട്, പിന്നെ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട. ചെയ്യാം. തോറ്റ് എടാ എന്റെ കൈസേബില്. എടാ പൊളി ഐഡിയ എന്താണെന്നറിയോ? അവര് തിരിച്ചു വരുമ്പോ അവന്റെ കൂടെ നമ്മൾ വരാം, അല്ലെങ്കിൽ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് പൈസ എല്ലാം കിട്ടും. എല്ലാത്തിനും പൈസ ഉണ്ട്. ആ ഗ്രൗണ്ട് കേറിയാന് ഞാൻ നോക്കിയപ്പോ നമ്മുടെ പ്ലെയർ ഒന്ന് ഇടിച്ചു. കൈസബല്ലോ നേരെ വന്ന് ഇടിച്ചു തെറിച്ചു. കൈസേബിലെ കളി മനസ്സിലായോ നിനക്ക്? എന്ത് കൈസേബ് മിണ്ടുന്ന പോലും ഇല്ല. കുഴപ്പമൊന്നുമില്ല, ഞാനും കഴിഞ്ഞ കളി ചെയ്തതാ. കുഞ്ഞച്ചനെ കഴിഞ്ഞ കളി എന്നെ ചെയ്തതാണ്. ഞാൻ പിടിച്ചിരിക്കടാ. എനിക്ക് കുഞ്ഞുവണ്ടി ആവാൻ പറ്റില്ലല്ലോ. ഞാൻ വീണ്ടും കുഞ്ഞുവണ്ടി. എടാ നമ്മൾ അവന്റെ കൂടെ വന്നാൽ അവനെ തടയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ബ്ലോക്കിൽ നിന്ന് അവനെ തിരിച്ച് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. 4 റൗണ്ട് ഉണ്ട് ഇത്. ഒരാള് ബാക്ക് 4 റൗണ്ട്സ്. എടാ എനിക്ക് വാലറന്റ് എന്റെ കുഞ്ഞിന് ഇപ്പൊ എന്താ പറഞ്ഞു? എന്റെ വാലറന്റ് എന്റെ നമ്പർ അല്ല എന്തോ വാലെന്തോ ആരേ വരുന്നേ. അയ്യോ അബു അങ്ങനെ പോയാ പിന്നെ നമുക്ക് തിരിച്ച് ഒരിക്കലും പിക്കപ്പ് ചെയ്യാൻ പറ്റണം. അത് ശരിയാ, ഈ വണ്ടിക്ക് വലിയ സ്പീഡില്ല. അയ്യോ അപ്പൊ ഒരാളെയും കൂടെ എക്സെപ്റ്റ് ചെയ്താൽ മതി വള്ളിയിട്ട്. അയ്യോ ഓ കോപ്പ് 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 ആരിലും ഉണ്ടോടാ? കേറിയോ? ഈ കോപ്പ് വണ്ടിക്ക് വലിയ സ്പീഡൊന്നും ഇല്ലടാ, ചുമ്മാ ലംബോർഗിനി എന്നൊക്കെ പറഞ്ഞു. അത് തിരിച്ച് കിട്ടാൻ പറ്റില്ല. എടാ അത് റിസ്ക് ഒന്ന് മിസ്സായി കഴിഞ്ഞാ അതാ ഞാൻ പറഞ്ഞ അവന്റെ കൂടെ വരാൻ നോക്ക് ഓപ്പോസിറ്റ് ടീമുള്ളവര്, എന്നാലേ കിട്ടത്തുള്ളൂ. കേറി വാടാ. എടാ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുണ്ട് അതുപോലെ കളിക്കാൻ നോക്കും. കുഞ്ഞുവണ്ടി പിടിക്കടാ. കിട്ടിയില്ല. ജയിച്ചല്ലേ? മാറി എന്താ കുഞ്ഞിച്ചൻ എന്താ ചെയ്യാൻ നോക്കി? ഞാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നടി പുള്ളി ഇങ്ങോട്ട് കേറി വന്ന് ഉണ്ടാക്കാൻ നോക്കിയതാ. ഇത്തവണ ഇറങ്ങണ്ട ഇവിടുന്ന്. ഇത്തവണ ഇറങ്ങണ്ട. അവന്മാര് വരട്ടെ. അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അവന്മാർ ഇങ്ങോട്ട് വരട്ടെ. ഫുൾ സ്പീഡിൽ പോലെ Clear the way, man. പോലില്ല ഞാൻ നിങ്ങളെ ഞാൻ ഇടിച്ച് പഞ്ചറാക്കാൻ പോകും. അണ്ടി ഞാൻ പുറത്തു പറച്ചിലുള്ള അയ്യോ 3 വടി അഡ്വാൻറ്റേജ് ആണ്. 3 എണ്ണങ്ങൾ നീ ധൈര്യം കൊണ്ട് ഒരു 4v3 കളിക്കുക. എന്നിട്ട് പറ ആണെങ്കില ഒരാളെ എക്സ്ട്രാ കൂട്ടി കളിച്ചിട്ട് അഗ്രസീവ് കളിക്കണ്ട. കൈസേബിനെ നടുക്ക് കുഴിയുണ്ട് അറിയാമല്ലോ. കൈസേബില് മിക്കവാറും ഓ അതാണ് എല്ലാരും മിസ്സായി. വേണ്ടായിരുന്നു. ഓക്കെ ബൈ. ഓക്കെ ബൈ. എടാ ഞാൻ അവന് ബൂസ്റ്റ് കൊടുത്തടാ. എടാ ഈ വണ്ടിക്ക് അവന്റെ വണ്ടിനേക്കാൾ സ്പീഡ് ഇല്ലടാ. ഞാനും ബൂസ്റ്റ് കൊടുത്തു. അതാ പറഞ്ഞേ ലംബോർഗിനി വലിയ സ്പീഡ് ഇല്ലേ പന്ന വണ്ടിക്ക്? കുഞ്ഞു വണ്ടിയുടെ സെയിം സ്പീഡ് അവനായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ചുമ്മാ വണ്ടിക്ക് ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ, ഒരു കാര്യം. അതെ സെയിം സ്പീഡേ ഉള്ളൂ. നമുക്ക് അവന്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
ഇല്ല പിന്നെ എന്താണ് ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജ്? എടാ നമുക്ക് ഈ വണ്ടിക്ക് സ്പീഡ് കൂടുതലുണ്ടെങ്കിലേ നമുക്ക് അവരെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ആക്സലേഷൻ കൂടുതലാ വണ്ടിക്ക്. പെട്ടെന്ന് സ്പീഡ് നമുക്ക് അവരെ പിടിക്കാൻ പറ്റണ്ടേ. നൈസ്. പെട്ടെന്ന് സ്പീഡ് കൂടുതൽ കയറുന്നുണ്ട്. ഈ ഗെയിം മോഡ് ഉണ്ടാക്കിയത് ശരിയായില്ല. അയ്യോ വേറെ ഇരിക്കടോ ഇവിടുന്ന് അവൻ ജയിച്ചത് ഇനി ചെന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെന്തിനാ നീ നിർത്തിയത്? ഒരു ഭംഗിക്ക്. കാറിൽ ഒരു ഗണ്ണ് വേണമായിരുന്നു. രണ്ട് ബോംബ് കൂടെ വെക്കട്ടെ. എടാ ഇത്തവണ എന്നെ കവർ ചെയ്യും. എങ്ങനെയാടാ എന്താ എടാ എന്നെ ഇടിച്ചു. എടാ വാടാ. സ്പീഡില്ല. എടാ എന്ത് ബഗ്ഗാടാ എന്റെ ഗെയിം ഇൻവേസ് ആയി പോവാ. ചുമ്മാ പറയുന്നതല്ലേ. ആളെ കിട്ടിയല്ല അപ്പൊ ബഗ്. ആളെ കിട്ടിയില്ലേ ബഗ്. ഇവന്മാരെല്ലാരും മത്സ്യത്തിൽ 3-3. എടാ കുഞ്ഞച്ച നീയാ. എടാ ഞാനാണോ ഇത്രയും നേരം ഞാൻ കളിച്ചിട്ട് എനിക്ക് വന്നില്ല. ടേൺ റൈഡ്സ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര ടേൺ റൈഡ്സ് അത്ര ടേൺ ചെയ്യണ ആവശ്യം. ഗെയിം തന്നെ മിനിമൈസ് ആയി പോവാ. അത് എന്നിട്ട് ഓരോരുത്തർ കാണാനും ഇല്ല. ഗെയിം ടാസ്ക് ബാറിൽ ഒന്നുമില്ല. അല്ല നമ്മള് ജയിച്ചടാ. ആ ക്ലിയർ പിടിച്ചോണ്ടിരുന്നു. അങ്ങോട്ടേക്ക് മാറി നിന്ന് ക്ലിയർ ആക്കി. ഞാൻ പോയി അവിടെ നിന്ന് ഇടിച്ചിട്ടേക്കാം. എന്റെ കീബോർഡിന് ശരിയാ ശരിയാ. ഓ നമ്മളിവിടെ കത്തിച്ചവനെ. എടാ കളിക്കാത്തവനെ കത്തിക്കുന്നു. ഓ നിങ്ങൾ 4 പേര് വെച്ചല്ലേ കളിക്കുന്നത്. അപ്പൊ ഒന്നും നോക്കണ്ട. ഓ ഇയാൾ മിണ്ടായി നൂബേ. നാണയില്ലാതെ ബ്ലോക്ക് ചെയ്തിട്ട് കളിക്കുന്നു. അന്തസ്സായിട്ട് ഞങ്ങളെ പോലെ ആ 4 പേരുണ്ടായിട്ട്. നമ്മുടെ വണ്ടി എന്തിയടാ? ഓ ഡാർക്ക് പോയടാ. ആ വെരി ഗുഡ് ബോയ്സ്. എടാ പോടാ. ആ ഇത്ര സീനേ ഉള്ളു. പുഷ് അവനെ. ഓ തോറ്റി. റിവേഴ്സ് എടുക്ക. ഇയാളൊന്ന് മലയാളത്തിൽ പറയാമോ? ഓപ്പ് കൈസേഫിൽ ഞാൻ മനസ്സ് പൊക്കിയെടുത്തോണ്ടാ പോന്നെ. ഇതെന്താ ഇത്? ആരാദ്യം അപ്പുറത്തെത്തുന്ന അവരെ ജയിക്കുന്നത്. ഓ അങ്ങനാണോ? ഇതെന്ത് മണ്ടത്തിലാണ് ഇത്? അയ്യോ എന്നെ ഊളത്തിലാണ് കാണിച്ചത്. നമ്മുടെ പ്ലേയേഴ്സ് എന്ത് പറ്റി? തോറ്റു. നമ്മള് 3 പേരോട് നമ്മളെ തന്നെ ഇടിച്ച്. ഇടിച്ച് അറിഞ്ഞില്ല. ഞാൻ ഇടിച്ചില്ല. ഇടിച്ചടാ. എന്നാ എന്നെ ഒന്ന് കഴിച്ചതല്ലോ 2 മാച്ച്. നിങ്ങൾ തമ്മിൽ എന്ത് വീഡിയോ ആണ്? ഞാൻ മുകളിൽ പോവാണ്. ആ പക്ഷെ അത് അമ്മക്ക് അഡ്വാൻറ്റേജ് കിട്ടി. അമ്മ അതിനെ ക്രോസ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ, ബാക്കി എല്ലാവരും ആ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. ഇതന്നെ തീരാത്ത വേറെ കളി കളിക്കാം. വേറെ മോഡ് എടുക്കാം. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് മാപ്പിക്ക് ഒന്ന് കറങ്ങി നടക്കും. 5 മിനിറ്റ്. എവിടെ കിട്ടി? ഓ ഇത് കളിക്കണം. ഇതന്നെ നമ്മള് അങ്ങോട്ട് പോകുന്ന. എടാ അവന്മാരിൽ ഇങ്ങോട്ട് വരണ്ടേ? ഇനി അങ്ങോട്ട് നോക്കണ്ട.
അമ്മാര് പോട്ടെ. അമ്മൂനെ പിടിക്കാൻ പറ്റും തോന്നട്ടെ. എടാ നമ്മൾ എത്ര 7 പേരില്ല എടാ, നമുക്ക് അന്നത്തെ പബ്ജി കളിക്കാം. PUBG വേണ്ടാ, അത് കളിച്ചില്ല. വേറെ എന്തെങ്കിലും ഫ്ലാഷ് കളിക്കും. ഫ്ലാഷ് ഭയങ്കര കോമഡി അല്ലേ? നമുക്ക് ഓഫ് റോഡ് പോയാലോ? എന്റെ ലാപ്ടോപ്പിന്റെ കീബോർഡ് കളിക്കാൻ പേടി. അതുകൊണ്ട് സാരില്ല. അപ്പുറത്തെ സൈഡ് വരും, അപ്പുറത്തെ സൈഡ് വഴി പോടാ. നൈസ് നൈസ് നൈസ്. ഇനിയൊന്നും നോക്കല്ലേ ചേച്ചി. സൈഫർ ആത്മഹത്യ ചെയ്തു. ചുമ്മാ അങ്ങോട്ട് കണ്ടായിരുന്നു നോക്കിയത്. ബോൾ അങ്ങോട്ട് പോയെന്നുണ്ട്, സൈഫർ ആത്മഹത്യ ചെയ്തു. കുഞ്ഞച്ചനെ എത്തിയിട്ടുണ്ടല്ലോ കളി തീർന്നപ്പോ. അബുവെ വല്ല ഇൻവൈറ്റ് വന്നോടാ? അല്ല റിക്വസ്റ്റ് വന്നു. ഇല്ല എനിക്കൊന്നും വന്നില്ല. വെട്ടിച്ചു ചോദിച്ചാൽ മതി. അതങ്ങനെ ആയിരിക്കുമല്ലോ. സുഖമായിട്ട് അകത്തോട്ട് കയറിപ്പോ. അബുവെ വന്നോ? വല്ല ഇൻവൈറ്റ് ഉണ്ടോ മുമ്പിൽ നോക്കി? ഇല്ല എനിക്കൊന്നും വന്നിട്ടില്ല. അയ്യോ പോട്ടെ. നമ്മുടെ ചെറുക്കനോടെ ഉണ്ടായിരുന്നല്ലോ. മാറിക്കേ. കൈസേബില് ഞങ്ങള് കേറുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കേറിയാ മതി. ഞാൻ GTA 5 പിൻ ടു ടാസ്ക് ബാർ ചെയ്യാം. അത് അവർക്ക് കേൾക്കാണ് GTA ടാറ്റിക്സ് ഒക്കെ. അതുപോലെ നമ്മള് രണ്ട് സൈഡിൽ കൂടെ കേറി. ഏത് എന്റെ ലാപ്പ് എന്റെ ഫാസ്റ്റ് ആണോ? ഇതെന്താ കൈസേബിലെ കേറാ? വെട്ടിക്ക്. അത്ര സീനേ ഉള്ളൂ. പുഷാറാ ഇല്ലേ? എന്നെ പുഷിയാണല്ലോടാ കോപ്പ. ഞാൻ പുഷ് ചെയ്തു. എടാ നമ്മൾ ഈ ഗെയിം മോഡിലോട്ട് കയറുവാണെങ്കിൽ ഒരു 40 സെക്കൻഡിനുള്ളിൽ ഗെയിം മോഡിനകത്ത് വരുന്നുണ്ട്. ആണോ? ഞാനിപ്പോ നേരെ ഗെയിം മോഡിലോട്ട് കയറുമ്പോഴേ വാണ്ട് ഇത്രോട്ടൊന്ന് വന്നു. സൈഫറെ വെട്ടിച്ചു ഓടിക്കേ. ഇത് എളുപ്പമാണ്. ഈ കാറും കൊണ്ട് എപ്പോഴും കയറി ജയിക്കുക. അല്ലാതെ കാറ് സ്റ്റോപ്പ് ചെയ്ത് വല്ലപ്പോഴേ നടക്കത്തുള്ളൂ. പൊട്ട മോഡാ. നമുക്ക് ഹണ്ടിങ് ബാഗ് കളിയാം. നീ ഇപ്പത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വെച്ചിട്ട്. നൈസ്. അലമ്പുണ്ടാക്ക്. ഓ ചെണ്ടി. ഈ വണ്ടിക്ക് സ്പീഡില്ല കോപ്പ്, നീ തീരെ പിടിക്കുന്നില്ല. പൊട്ടിക്ക്. ഓ പൊളി. പറ്റത്തില്ലേ എടാ ആ വണ്ടി എനിക്ക് തോന്നുന്നു കുഞ്ഞു വണ്ടിക്ക് കറങ്ങിയ കളി തോറ്റ്. നീ ലെഫ്റ്റ് സൈഡിൽ കൂടെ കേറി പോകുന്നുണ്ടോ? അപ്പൊ ഞാൻ റൈറ്റ് കഴിഞ്ഞു. ജയിച്ച നമ്മള് ജയിച്ചു. ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് പോരാ. എന്റെ കൈസേബിൾ എന്തോ കാണിക്കും. ഓക്കെ ഇല്ല എടാ വന്നേ അവന്മാരെങ്ങാനും ജയിച്ച. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. വണ്ടിക്ക് എത്താൻ പറ്റത്തില്ലടാ. ഓക്കേ ജേക്കബിന്റെ പേര് എവിടെ നിന്ന് കിട്ടിയെന്നാ? ടയർസം വാങ്ങുന്നു. എടാ തന്നെ സജഷൻ വന്നു, ഞാൻ ഇട്ടല്ല. ഓട്ടോ സജഷൻ എടാ ഞാൻ ഇട്ടൊരു ഓട്ടോ സജഷൻ വന്നിട്ട്. ജേക്കബിന്റെ ഇമെയിൽ, എപ്പിക്കിന്റെ മെയിൽ ഐ ഡി ജേക്കബ്സ് ഇമെയിൽ ഐ ഡി. അതെന്റെ എപ്പിക് ഇമെയിൽ അല്ലടാ, അതെന്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയാ. ജേക്കബ്സ് ഇമെയിൽ ഐ ഡി ആണല്ലോ. ഏത് സംശയമില്ല. അയ്യോ ലാഗ് അടിക്കുന്നത് ഇതുപോലെ. എടാ നിന്റെ ഫേസ്ബുക്ക് ഐ ഡി ആണ് പണ്ട് ഇറ്റ്സ് മീ ജേക്കബ്? അല്ല അതൊക്കെ മാറ്റി. അല്ല ഇയാളൊരു പേരിട്ടുണ്ടോ? സൈഫറോ? ഒഫീഷ്യൽ പേര് ഒഫീഷ്യൽ ചെറുക്കൻ എന്ത്? മൂന്നുപേരും എന്റെ പുറകെ വന്നു. സൈഫർ അതിന്റെ അകത്ത് കേറാൻ പോയിട്ടുണ്ട്. ഓർത്താക്കാൻ
അവൻ അതിന്റെ അകത്തോട്ട് പോകുന്നുണ്ട് ആ ചെക്ക് പോയിന്റ്. ഞാനത് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. നോക്ക് പലരും പുറകെ വരും. ജയിച്ചേ ജയിച്ചേ. ഇല്ല ഇല്ല ജയിച്ചു. കഴിഞ്ഞു. കഴിഞ്ഞു. എങ്ങനെ ഇറങ്ങുന്നേ? ഒരാള് ഒരു കണ്ണുള്ള ആള് അടിയിൽ നിൽക്കണ്ടോ? ഇവിടെ ഇറങ്ങാൻ ഓപ്ഷൻ കാണുന്നില്ലല്ലോ. അത് സമയം കഴിയണം. ഇല്ല, അടുത്ത റൗണ്ടിലോട്ട് പോവാ. വള്ളിയാണ് ഇത്. എടാ ഇത് കിട്ടിയതായിരുന്നു. എന്നാ കിട്ടി കിട്ടിയാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന്. എസ്കേപ്പ് അടിച്ച് ഇറങ്ങാണ്. ഹോമനൊക്കെയിട്ട് ഹോമയിൽ എന്തെങ്കിലും കാണും. എവിടെയും നോക്കും. അപ്പോ ഞാൻ മറ്റേ പോലെ ഇറങ്ങാൻ പോവാ. എസ്കേപ്പ് അടിച്ചിറങ്ങാം. വേണമെങ്കിൽ വൈഫൈ പെട്ടെന്ന് നോക്കി കളിക്കുമല്ലോ അല്ലേ? അല്ല അല്ല ഞാൻ കളിക്കൊന്നുമല്ല. ഞാനും കളിക്കും. ഇറങ്ങുന്ന എങ്ങനെ? നോക്കിട്ട് ഓണാക്കി. ലീവ് GTA ഓൺലൈൻ എടുക്കാം, എന്നിട്ട് ഒന്ന് കയറിയാൽ മതി. അയ്യോ ഞാൻ ഓൺലൈൻ അടിച്ചു. ഞാൻ ഫൈൻ ന്യൂ സെഷൻ അടിച്ചു. ഞാൻ നിങ്ങളുടെ സെഷൻ ജോയിൻ ചെയ്യാം. അല്ല ജോയിൻ ചെയ്യണ്ട, വേറെ മോഡ് നിങ്ങളെല്ലാം ഇറങ്ങിയപ്പോ എടാ ഇത് ലാസ്റ്റ് റൗണ്ട് ആയിരുന്നടാ. അതെന്നാലും വേണ്ട, എത്ര നാളായി അതേ മോഡ്. ഞാൻ ജയിച്ചോണെങ്കിൽ $13,000. മോഡ് കയറ്റുന്നവനെ $13,000 കളിക്കുക. ആ പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ഒരു വേറെ സുഖല്ലേ അതായി. അതെ, ഞാൻ പണിയെടുത്ത് കാശുണ്ടാക്കൂടാ. സ്പ്രിറ്റ് ഗേറ്റ് ആരല്ലേ കളിച്ചു നോക്കിയോ? ഞാൻ കളിച്ചു നോക്കി. വലിയ മനസ്സിലായില്ല, സുഖം തോന്നുന്നു. അഖിൽ എന്താണ് കളിക്കണ്ടേ ഇനി? ഇത് മറ്റേ സ്ലാഷർ വേണം. കളിച്ചോ? ഭയങ്കര എല്ലാം തോന്നുന്നു. കേരളത്തില് സ്ലാഷർ നമുക്ക് പിന്നെ കളിച്ചാ പോരെ? ഏതാ കളിക്കണ്ടേ? നമുക്ക് ഹണ്ടിങ് പാക്ക് കളിക്കാം. അന്ന് അങ്ങനെ ഇത്രയും പേരുണ്ട്. ഹണ്ടിങ് പാക്ക് പൊളിയാ. കണ്ടിട്ടൊക്കെ എന്താ കളിക്കുന്നത്? പബ്ജിയോ? അന്ന് പബ്ജി കളിക്കാം. 1 2 3 4 5 6 7 പേരില്ലേ? വേണ്ട ഷൂട്ടിംഗ് ഒന്നും വേണ്ട, വെറുതെ നാങ്ങിട്ട് നോക്കാം. അല്ല വണ്ടിയുടെ മറ്റേ വണ്ടി എടുത്തിട്ട് വണ്ടി നമ്മൾ ആകാശം ചാടി വണ്ടി എടുക്കുന്ന. എടാ മറ്റേ ഈ പെട്ടിയുടെ ഇടയ്ക്കൂടെ ഒക്കെ വണ്ടി ഓടിച്ചു പോകുന്ന അതില്ലേ? ബൈക്ക് ഓടിക്കുന്നോ? അല്ല, ഈ കുഞ്ഞു കാറും പിന്നെ പോലീസും. എടാ ഒരു ടീം മനസ്സിലായി, ഒരാള് അല്ല, അതെടുക്കാം. ഇപ്പൊ ഇത്രയും പേരില്ലേ? അത് തപ്പുപോയി. പേര് ഞാൻ പറഞ്ഞേ. ഈ അഡ്വൈസ്മെന്റ് എവിടെയാണ് എടുക്കുന്നത്? എവിടുന്ന തപ്പിപ്പിടിച്ച? ഓൺലൈൻ അല്ല, സെറ്റിംഗ്സിലുണ്ട്. മെനുവിക്കകത്താണ്. എടാ എന്നെ ആരണ്ട് അപ്പാർട്ട്മെന്റിലോട്ട് വിളിച്ചു. എന്നെയും വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ല. കണ്ടന്മാരൊക്കെ വിളിക്കുമ്പോ കേറിപ്പോയി. എനിക്ക് ഓപ്ഷൻ വന്നില്ല, ഡയറക്റ്റ് ഞാൻ കേറുമായിരുന്നു. നീ അപ്പാർട്ട്മെന്റ് അകത്താണോ? ഇല്ല, ഇങ്ങനെ ലോഡിംഗ് സ്ക്രീനാ. അയ്യോ അരുൺ വഴി വരച്ചു പോയേ. എന്റെ വണ്ടിയുടെ പുറകിൽ നിന്നൊക്കെ തീ വരുന്നു, ഈ ഗോസ്റ്റ് റൈഡർ പോലെ. പക്ഷെ എന്റെ വണ്ടി കത്തുന്നുമില്ല, തീ വരുന്നുണ്ട്. പക്ഷെ വണ്ടിയാണോ മറ്റേ ബൈക്കോ? അല്ലടാ, ഓ ഇപ്പൊ വണ്ടി പൊട്ടും. നീ ഇൻവൈറ്റ് എടുത്തില്ലേ? ഓ എടാ ഞാൻ കേറിയ ലോബിക്കകത്ത് അതാ മോഡറാടാ ഇത്. ഞാൻ ചത്ത്. എന്താ ഞാൻ ചത്ത്? എടാ മോഡറാ, അവനെ റിപ്പോർട്ട് ചെയ്യും. അതെങ്ങനെയാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇനിയിപ്പോ ചെയ്യണ്ട. ഇനിയിപ്പോ ഞാൻ ഇൻവൈറ്റ് അയക്കും. വേഗം പോ, ഞാൻ ഇപ്പൊ ഒന്നോട് ചാവും. വേഗം പോവല്ല, തുടങ്ങി. ഞാൻ ചത്തു. എന്നെ കത്തിച്ചോണ്ടിരിക്കുക. അബുവിനെ മൊത്തം പോയില്ല. ഇല്ല, ഞാൻ കേറുവാ. അതുകൊണ്ടായിരിക്കും. ഞാൻ അവന്റെ അപ്പാർട്ട്മെന്റ് രക്ഷപ്പെട്ടു. അപ്പൊ ആദ്യമായിട്ട് എല്ലാരും പെട്ടെന്ന് കയറിയിരുന്നു.
അത് ഹാക്കറായിരുന്നു അത്. ജേക്കബ് കേറണേ. എനിക്ക് എപ്പോഴും തോന്നിയല്ല ഒരു കാര്യമില്ല അപ്പാർട്ട്മെന്റിലോട്ട് വിളിക്കും. എടാ നോട്ടിഫിക്കേഷൻ വന്നതുണ്ടോ? രണ്ടുപേരാരോ വരാനുണ്ട്. ഒരെണ്ണം സൈഫർ. ഞാൻ ഇപ്പൊ ഒരു കയറണ്ടേ ആരുടെയും കയറ്. നിന്റെ കയറി കയറടിച്ച് ഞാൻ കേറിക്കൊണ്ടിരിക്കുന്നുള്ളായിരുന്നു. അവൻ ഓഫ്ലൈൻ ആയിരുന്നു. ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ ഇതിനകത്തോട്ട് സെഷൻ ഇത് മറ്റേ ഗെയിം അല്ലേ അന്ന് കളിച്ചേ? അന്ന് കളിച്ചാ ജോയിനിങ് GTA ഓൺലൈൻ. എന്റെ ഭയങ്കര സ്ലോ ആണ്. ഇത് ഭയങ്കര സ്റ്റോക്ക്. ജോയിൻ ഇത്രയും പേരുള്ള എങ്ങനെയാണ് പരിപാടി? ചിലപ്പോ 6 പേര് വണ്ടി, ഒരാള് ലോറി. ബാക്കി എല്ലാവരും ആയിരുന്നില്ലോ. അവിടെ ഭയങ്കര തിരക്കായിരിക്കല്ലോ അപ്പൊ ഓടിക്കാൻ. 1 vs ബാക്കി എല്ലാവരും ആയിരുന്നില്ലോ. ഇല്ല 4. ഞാൻ അറ്റാക്ക്. എടാ നിങ്ങളുടെ ടീമിൽ 2 പേരുണ്ട്. എടാ റണ്ണർ, ഡിഫൻഡർ, 4 അറ്റാക്കർ. അറ്റാക്കേഴ്സ് ചെയ്യുന്നേ. എടാ ഡിഫൻഡറിലോട്ട് ഒരാളും കൂടെ വാ. ഞാൻ റണ്ണറിന്റെ അകത്ത് കയറി. ഒരു ഡിസൈൻ വേണ്ടി രണ്ടെണ്ണുണ്ട്. ഞാൻ അവന് സപ്പോർട്ട് കൊടുക്കട്ടെ. ഓവർ ടീം ലിമിറ്റ് റണ്ണർ ഒരാൾ മതി. ആണോ? റണ്ണറിൽ ഒരാൾ മതിയല്ലേ? അറ്റാക്കറിൽ ഒരാൾ വേടാ. അറ്റാക്കറിൽ ഒരാൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏത് ടീമിൽ കയറിയിട്ടുണ്ട്. അഖിലേത് ടീമാ? അഖില് റണ്ണറാന്ന് തോന്നുന്നു. എന്നെ റണ്ണർ എന്നാ ചെയ്യണ്ടേ? ഓടിച്ചാൽ മതിയാ. ലോറിക്കാരൻ. ഈ മിഷനകത്ത് നമ്മുടെ വേഷമൊക്കെ മാറുമോ? എന്തിനാ? എടാ വേഷം മാറുമോ തന്നെ? ഞാൻ ഡിഫൻഡറാണ്. ഈ ബ്ലാക്ക് കാർഡ് എന്ന് പറയുമ്പം അബുവും പിന്നെ മറ്റേ അറ്റാക്കർ ആരാടാ? വൈൽക്കാറ്റല്ലേ? ഓ എടാ ഹാക്കർ അതെ എന്റെ വണ്ടി കത്തുന്നുണ്ട്. എന്റെയും കത്തുന്നടാ. എടാ എന്നാ ഇറങ്ങിയിട്ട് വേറെ സെഷനിൽ കയറാം. ഉള്ളൂ പക്ഷെ ഇത് പൊട്ടോടാ. വണ്ടി ഇപ്പൊ പൊട്ടും. പൊട്ടുവോ? എന്നാലും നീ പൊട്ടൂടാ. എന്റെ വണ്ടി പൊട്ടിച്ചതാ. എന്റെ അഖില എന്നാ നീ ഫുൾ സ്പീഡിലാണ് ഈ പോണേ. വണ്ടിക്ക് ആ സ്പീഡേ ഉള്ളൂടാ. എടാ ഇവന്റെ നെറ്റ് ഭയങ്കര സീനാട്ടോ. നല്ല നെറ്റ്. അയ്യോ എന്റെ സൈഫറെ എന്നെ വെറുതെ വിട്. എടാ നിന്റെ നെറ്റിന് നോക്കണം. നീ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്. എന്റെ വണ്ടി ഇപ്പൊ പൊട്ടുവേ. ഞാൻ ടെലിപ്പോർട്ട് ചെയ്യേ. അതിലെ വഴി മാറിപ്പോയടാ. കട്ടാണോ? നെറ്റ് ഷോവാണ്. ഫുള്ള് സ്റ്റക്കാ. നല്ല നെറ്റ് എടുക്കും. അയ്യോ ഞാനോട് പുഷ് ചെയ്ത് കൊടുത്ത്. ഞാനാ പുഷ്. അരെ എനിക്ക് അഖിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ചാടി പോവാ. അഖിൽ ഹാക്കറാണ്. ടെലിപ്പോർട്ട് ചെയ്തൊക്കെ ഞാനുണ്ട്. കാണുന്നില്ല. നീ എവിടെയാ? ഇത് പറ്റത്തില്ല. ഇത് പറ്റത്തില്ല. ഞാൻ ഫ്രണ്ട് എത്തുമ്പോ അഖിൽ പുറകോട്ട് ടെലിപ്പോർട്ട് ചെയ്യും. അഖിൽ എങ്ങോട്ടാണ് ഓടിക്കുന്നത്? അത് മതി. അത് മതി. കണ്ടത്തിൽ കളഞ്ഞിട്ടുണ്ട്. പൊട്ടി നമ്മൾ പൊട്ടി. അവനെ സഹായിക്കാം. അത്ര സീനേ ഉള്ളു. അതെങ്ങനെയാ നെറ്റില്ലാതെ പകുതി സ്റ്റക്കാ. ടെലിപ്പോർട്ട് ഞാൻ വണ്ടി വലിയ വണ്ടി ഓടിക്കാം. നീയല്ല തീരുമാനിക്കുന്നത്. അതെ നീയാണല്ലോ കോടതി. ഞാൻ പറയുന്നതുള്ളൂ. ഞാൻ പറഞ്ഞാലേ സുഖമായിട്ട് ജയിപ്പിച്ചാൽ.
ഞാൻ ഏതാ ഓക്കെ ജേക്കബ് ആണോ? ജേക്കബ് ആണോടാ? അല്ല അല്ല ഞാനല്ല. എന്റെ വണ്ടിക്കകത്ത് അടുത്ത പുക ആളെ വരുന്നത് തന്നെ. അത് ഹാക്കറാ ഞാൻ എടാ ഒരുത്തന്നെ വണ്ടി റിവേഴ്സ് കേൾക്കാം. ഇതാരാ ലോറി ഓടിക്കുന്നത്? നമ്മുടെ ടീമിൽ ഞാൻ അവന്റെ ടീം നമ്മുടെ അക്കൗണ്ട് വല്ലതും പറ്റി ഹാക്കർ പണിഞ്ഞാല് ഒന്നും പറ്റത്തില്ല. എടാ എന്നെ ഇടിക്കാതെ, ഞാൻ അവനെ തള്ളുക. എനിക്ക് നല്ല സ്റ്റക്കാടാ പോക്ക്. എടാ എന്നെ പുറയും തള്ള, എന്റെ പുറയും തള്ള, നമുക്ക് മാറി മാറി സ്ലിപ്സും ചെയ്തു. പുറയും തള്ള. ജേക്കബ് എന്നാ പടം കണ്ടോണ്ടിരിക്കണോ? ഓ മാൻ, Come on man, TT, you can do it. നൈസ്. രണ്ട് പൊട്ടന്മാർ അങ്ങോട്ട് പോയിട്ടു. ഇനി ക്യാച്ചപ്പ് ഉണ്ടല്ലോ ലോറിയായിട്ട്. ലോറിക്ക് നല്ല സ്പീഡാട്ടോ. ഓ ഞാൻ തള്ളിക്കൊടുത്ത. ഞാൻ ഇപ്പൊ പൊട്ടും. എടാ ജേക്കബ് നീ പുറകോട്ട് നോക്കി. എടാ അതാ ഹാക്കർ വണ്ടി കത്തിക്കുന്നതാടാ. ഞാൻ എന്ത് ചെയ്യാൻ? അതെന്ത്, അത് ചതിയാണല്ലോ അത്. നമ്മുടെ സെഷനിൽ വേറെ അല്ല ഉണ്ടോ? 2 ഹാക്കർമാരുണ്ട്, വരണോ? ഈ അതില്ല എന്താ അവിടെ വരും ഇവിടെ വരും. എന്തിടാ എനിക്ക് വണ്ടി കാണാനില്ല. ആ താഴെ പോയാ. ഓക്കെ. എടാ എനിക്കും വണ്ടി ഇങ്ങനെ ചാടി പോകും. എനിക്ക് അതിൽ മാത്രമേ ചാടി അവനെ പിടിക്കടാ. കൈസോലിനെ കിട്ടി. കൈസോൽ ഇതാരാ? എനിക്ക് മിസലാന്തരം എടുക്കാൻ പറ്റും ഇതിന്. വേറെ വല്ലതും ചെയ്യണോ? എടാ എന്താ സംഭവിച്ചേ? എടുത്തോണ്ട് പോ. ഓപ്പ്. എടാ ഇപ്പൊ എന്താ സംഭവിച്ചേ? ആ വളച്ചു ആളെ തിരിച്ചു പേടിച്ചു. അതെനിക്ക് മനസ്സിലാവും. അങ്ങനെ പൊട്ടിത്തെറിച്ചല്ലേ ഞാൻ. വണ്ടി നിന്ന കുറച്ച് നേരം നിന്നാ സ്പീഡ് പറയുമ്പോ പൊട്ടിത്തെറിച്ചു. നമ്മുടെ വൈസിറ്റിക്കകത്ത് മിഷൻ ഇല്ലേ, വണ്ടി ഇങ്ങനെ സ്പീഡിൽ ഓടിക്കണമെന്ന്. അത് വൈസിറ്റല്ല, സ്പീഡ് മൂവിയല്ലേ? ഫാർ ക്രൈ 4 കളിച്ചിട്ടുണ്ടോ? ഇല്ല. ആ കളിച്ചിട്ടുണ്ട്. സീനുണ്ട് ഈ ടാങ്കർ ലവർ കണ്ട് ഗേറ്റിലോട്ട് ഇടിച്ചു കയറ്റുന്നു. ഓർമ്മയില്ല. എനിക്കെന്താ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഡാർക്ക് ഞാനാണല്ലോടാ. പേടിക്കണ്ട, അങ്ങ് മുന്നോട്ട് കിട്ടാൻ മതി. ജേക്കബാണോ ലോറി? അതെ ലോറി. ഞാൻ ബൂസ്റ്റ് തരാവേ ബാക്കിൽ. നീ ടീമാണോ? ആരൊക്കെ ടീം? ജേക്കബ് എന്ന് ഓടിക്കടാ നീ. തുടങ്ങി. എടാ നിങ്ങൾ തന്നെ അവിടെ നിക്കുന്നപ്പാ. ഓ ജീവനും അതേ പ്രശ്നമാണ്. സീനാണല്ലോ. BSN അതാ പറഞ്ഞ എനിക്ക് സീനാണ്, നെറ്റ് സീനാണ്. അഖില് BSN. എനിക്ക് പക്ഷെ ഇപ്പഴാടാ സീനായ. എത്ര നേരം കുഴപ്പമില്ല. നമ്മൾ ഇതുവരെ എടാ വാടാ. ഇപ്പൊ എന്താ സംഭവിച്ച? തോറ്റ്. വഴി പോയി പണി വേളി. ഓടിച്ചോ. കൈസവനെ പിടിയടാ. അങ്ങനെ പാടില്ല. റേസിസ്റ്റ്. വാടാ. ഫുള്ള് സ്റ്റക്കാ. പാവം കൈസവല് കഷ്ടപ്പെട്ട് അവനെ ഇടിച്ചോണ്ടിരിക്കുക. ജേക്കബ് പെട്ടെന്ന് തെൽപ്പൊട്ട്. ഈ നെറ്റ് പിങ് ഉള്ളമാർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതെ, ടെക്കുള്ളമാർക്ക്. നിനക്ക് വഴി തെറ്റി അല്ലേ? വഴി തെറ്റി. ബെസ്റ്റ്. എടാ അങ്ങനെ വെട്ടിക്കണ്ട. നീ വിട്ടോ, നേരെ വിട്ടോ, വേറെ വഴി കാണും. എന്റെ വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിയും. നമുക്ക് എടാ നിങ്ങളെ ഇമ്മാരെല്ലാം പൊട്ടിക്കുക. നീ അതേ നടക്കത്തുള്ളൂ. വഴി എടാ അതില് ജേക്കബ് റൈറ്റ് ആയിരുന്നടാ പോണ്ടേ. സാരില്ല.
അവിടെ ഞാൻ ചാടികളാ എടാ, നീ ഇവിടെ തിരിക്കും, ഇവിടെ യൂട്ടേൺ എടുക്ക. എടാ യൂട്ടേൺ എടുക്ക. ആ ഓക്കെ ഓക്കെ ഇവിടെ എടുക്കും. നീ എങ്ങോട്ട് പോണേ? എടാ അമ്മരൊന്നും ഇല്ല ഇവിടെ. അമ്മ നമുക്ക് യൂട്ടേൺ എടുക്കാൻ പറ്റിയ സമയം. അയ്യോ പൊട്ടി പൊട്ടി പൊട്ടി. കുഴപ്പമില്ല ബൂസ്റ്റ് തരാം. അയ്യോ എപ്പോഴാ പൊട്ടുന്നത്? സ്പീഡ് വീട് പറയുന്നു. വഴി മാറി നമ്മുടെ വണ്ടിക്കകത്ത് സിനിമ പോലെ സ്പീഡ് സിനിമ പോലെ. നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് തടി കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുക മോട്ടർ. അതുകൊണ്ട് കണ്ടിന്യൂസ് തീയില്ല. സ്പീഡ് സിനിമയില്ല അതുപോലെ. കണ്ടിന്യൂസ് തീക്കാ വണ്ടി, തീയില്ല വണ്ടി. പൊട്ടിത്തെറിക്കോ? പൊട്ടിത്തെറിക്കത്തില്ലെന്ന് തോന്നുന്നു. ഇതുവരെ പൊട്ടിത്തെറിക്കാം. എന്റെ 3 വട്ടം പൊട്ടിത്തെറിച്ച് ഈ റൗണ്ട്. ആണോ? എന്നെ എനിക്കൊന്നും എനിക്കും പൊട്ടിത്തെറിച്ചില്ല. ഞാനങ്ങനെ കുറെ അഖില് കൊറേ നേരം ഇങ്ങനെ കത്തിക്കൊണ്ട് നടക്കും. പക്ഷെ പൊട്ടി തലയില് കോണൊക്കെ വെച്ച് ചിലപ്പോ അശ്വന് മാത്രമായി അവനെ ഓർഡർ കുറച്ച് കൂടുതലായിട്ട് പണി. എടാ കഴിഞ്ഞ ദിവസം പോലെ പുഷ ആരാ ഓടിക്കുന്നത്? ഞാൻ ഇത് ഓരോ വട്ടം ടീം മാറും അല്ലേ? പുഷ ഓക്കെ അസിസ്റ്റന്റ് ആയിട്ട് പോരട്ടെ പുഷ്. എന്റെ സൈഫർ ഇടിക്കാതെ ഇത് എങ്ങനെയാടാ പുഷ് ചെയ്യുന്നത്? പോയി ഇല്ലില്ല. വളരെ വളരെ നല്ല ഇതാരടാ ബുദ്ധിപൂർവ്വം കളിക്കുന്നത്? അയ്യോ അവ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പൊ വട്ടം തിരിക്കട്ടെ ഞാൻ മാത്രം വണ്ടി. എടാ നിങ്ങൾ ട്രാവൽ ചെയ്യണായിരുന്നു. അമ്മ ഇനി ക്യാച്ച് വേണോ? എടാ വഴിയൊക്കെ നോക്കി ഓടിച്ചാണേ. നമുക്ക് പിടിക്കാം. എന്റെ വണ്ടി പൊട്ടി. എന്റെ വണ്ടി ഇപ്പൊ പൊട്ടേ. ഒരാള് പോയി സൈഫർ കമോൺ. എടേ എന്നെ ഇടിക്കാനുള്ളടാ. എന്റെ കൈസേബിൾ ഇത് എന്നെ കാണിക്കുന്നു. എന്നെ ഇടിച്ചിട്ട് പോവാ. എടാ പോയടാ. അവൻ ഇവിടെ പോയടാ. ഓള് നെറ്റില്ലടാ. ഞങ്ങളുടെ സ്ട്രാറ്റജിയാ TP അടിക്കുന്നത്. ടെലിപ്പോർട്ട് ചെയ്യ. ടൈം ലോഡ്. അതെ നിങ്ങളെ കിട്ടത്തില്ല അഖിലിന്. എടാ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ പോയി എത്തി. എന്നാ തെണ്ടി TP അടിച്ച്. തെണ്ടി അടിയില് ഞാൻ ഇവിടെ നോക്കുമ്പോ ഒരു വണ്ടിയുടെ കുറെ 5-6 വണ്ടി. ശരി എന്നാ ഇതെന്താണ് സംഭവം? ഇവനെവിടെയാ സത്യത്തിൽ? ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് അയ്യോ ഓമൻ മെയിൻ അതാ. അതിങ്ങനെ ഒന്ന് ഇടിച്ചു കഴിയുമ്പോഴേക്കും വണ്ടി ചാടി പറന്നു പോകും. എടാ കറുത്ത വണ്ടിക്കാരൻ എന്നെ ഇടിക്കില്ല. നമ്മളൊരു ടീമാ. അതെ ഇനി വരണം. TP അടിച്ചാടാ. വഴി മാറി. എന്റെ അഖിലേ ഇവന്റെ അടിക്കുന്ന ഈ ടെലിപ്പോർട്ട് ചെയ്യുമോ? വഴി ഉൾപ്പെടെ. എന്താ സംഭവിച്ചേ? ഞങ്ങൾ 6 പേരും ഞങ്ങൾ നേരെ പോയി. അവൻ ഞങ്ങളുടെ കൂടെ നടത്തുന്നത്. അഖിൽ ഓമൻ മെയിന് പെട്ടെന്ന് നോക്കുമ്പോ അപ്പുറത്തെ സൈഡില് ഹാക്കുമായിട്ട് ഇവിടെ ഇറക്കല്ലേ. ഞങ്ങൾ റിപ്പോർട്ട് അടിക്കും. കണ്ട മോട്ടർ ഇതൊന്നും ഇല്ലാത്ത പരിപാടിയാ. ആളെടുത്ത് ടെലിപ്പോർട്ട് ചെയ്യും. കറക്റ്റ് എന്റെ ഗെയിം ക്രാഷ് ആവും. ലോറിയോ വണ്ടി ഓടിക്കുന്നേ? ട്രക്ക് ഓടിക്കുന്നേ? ഞാൻ ഡിഫെൻഡിങ് ടീം. തുടങ്ങാത്ത എന്റെ വണ്ടി പൊട്ടിത്തെറിക്കല്ലേ. കുഞ്ഞച്ചൻ ഞാൻ എടാ നിങ്ങക്ക് എന്റെ വണ്ടിയുടെ മുകളിൽ കൂടി ഒരു കോൺ പോകുന്ന കാണാമോ? ഐഡന്റിഫൈ ചെയ്യുന്നത്. ആരാടാ എന്നെ ഇടിച്ച്? എന്റെ അളിയ ഞാൻ നിന്റെ കൂടെ ഇല്ലല്ലോ. അല്ല നീ നേരത്തെ അന്നിക്ക് ഞാൻ പുറകെ വരുന്നുണ്ട്. കാണോ? ഞാൻ അവ പുറകെ തന്നെയുണ്ട്. കാണാൻ ശരിയാ. ഇവന്റെ വണ്ടി കോണൊക്കെ
ഹാക്കർ ഞാൻ ഹാക്കറായി. അഖില് ടെലിപ്പോർട്ട് ഫ്രണ്ടിലോട്ടൊക്കെ ഓ കിട്ടിയില്ല. നൈസ്. അയ്യോ എങ്ങനെയാ സൈബർ പറക്കുന്നു? എടാ ഞാൻ ഒറ്റയ്ക്കാടാ. ഒറ്റയ്ക്ക് എത്തണ്ട അവിടെ വരെ. ഓ മാൻ പണി പാളി. ഇനി അപവും കൂടെ ഉള്ളു. എടാ എന്റെ വണ്ടി വിളിച്ചതാ, എന്റെ വണ്ടി ഇപ്പൊ പൊട്ടും. മാറ്റി. ഒയ്യോ ജയിച്ചു. അവനെ ബൂസ്റ്റ് ഇടും. എന്ത് ബൂസ്റ്റ് തീർന്ന കളി. അടിപൊളി. ആ ജയിക്കേണ്ട കളി രണ്ടുപേരും കത്തിപ്പോയത്. പണിയടാ. അഖിലിന്റെ ഒരു പ്രോബ്ലം ഇപ്പൊ തന്നെ. എടാ ഞാൻ വേറെ സെഷനിൽ കേറിയിട്ട് വരാം. ഇത് നടക്കത്തില്ല. ഞാനും ഇറങ്ങിയ 1 മണിയായി. സെഷൻ മാറ്റി കയറുക. അതിലും വലിയ ഹാക്കർ ഈ ഷർട്ട് മച്ച് കളിച്ചിട്ട് കാര്യം. അവനെ വേറെ എവിടെയും കാണിക്കും. അവന് ഫേക്ക് അവന്റെ ബോഡിക്ക് ഒരു ഞാനാ ഫസ്റ്റ് മെയിന് ഫ്രീ മോഡാണോ ഇത് കളിക്കുന്നില്ലേ? വേറെ ഏതാ വേണ്ടേ? അത് തന്നെ നിർത്താം. എനിക്ക് കിടക്കണം, രാവിലെ എണീക്കണം. ഒരെണ്ണം കൂടെ ഉള്ളൂ. പക്ഷെ ഞാനാണ് ഇറങ്ങുകയും ചെയ്തു. അവനും കേറിയ പെട്ടെന്ന്. അറിയത്തില്ല, ഏതായാലും എടാ ഇത് ഏതെങ്കിലും എടുത്തിട്ട് ഇരുന്നാ മതിയാണ്. അന്നേരത്തേക്ക് വൈൽഡ് കാറ്റ് വേറെ സെഷനിൽ പോയിട്ട് തിരിച്ചു കയറി വന്നു. അല്ല ഈ ഹാക്കർ പണി എന്നവന്മാര് മാത്രം ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. എല്ലാരും കൂടെ ആർക്കൊക്കെ പണി കിട്ടി? എനിക്കും അബുവിനും ഉണ്ടെന്ന് അറിയാം. പിന്നെ വേറെ ആർക്കാ? അഖിലിനും കിട്ടി. പക്ഷെ തീ പ്രത്യേകം കണ്ടില്ല. പുറകിന്ന് ചെറിയ ഫ്ലെയിം മാത്രമേ ഉള്ളൂ. എനിക്ക് വലിയ ഇഷ്യൂ ഇല്ല, ജസ്റ്റ് ഫ്ലെയിം മാത്രമേ ഉള്ളൂ, പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. ഞാൻ